കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ രണ്ടാം ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിന് ISLൽ നവാഗതരായ പഞ്ചാബ് എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായ കൊച്ചിയിൽ ഇറങ്ങുകയാണ്. ISLൽ പഞ്ചാബ് എഫ്സിയുമായുള്ള മത്സരങ്ങളുടെ ചരിത്രം നോക്കിയാൽ അധികമൊന്നുമില്ല. ഈ ഒരു സീസണിൽ മാത്രമാണ് പഞ്ചാബ് ISLൽ എത്തിയത്. ആദ്യഘട്ടത്തിൽ പഞ്ചാബിന്റെ കോട്ടയിൽ വെച്ച് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു വിജയം. എന്നാൽ ആദ്യഘട്ടത്തിൽ കണ്ട പഞ്ചാബ് എഫ്സി അല്ല രണ്ടാം ഘട്ടത്തിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ബംഗളൂരു എഫ്സിയെ 1-3 ഗോളിനാണ് തകർത്തുവിട്ടത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഒഡീഷയോട് തോൽവി ഏറ്റുവാങ്ങിയാണ് നിൽക്കുന്നത്. ജനുവരി ബ്രേക്കിന് ശേഷം പാളിച്ചകൾ തിരുത്തി വേണ്ട മാറ്റങ്ങൾ നടത്തി ശക്തരായി തന്നെയാണ് പഞ്ചാബ് എഫ്സി ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിലേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ആദ്യഘട്ടത്തിലെ മികവ് തുടരാൻ സാധിക്കാതെ കളിക്കളത്തിൽ മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നിലവിൽ 13 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ്. ഈ ഒരു സീസണിൽ ഷീൽഡ് പ്രതീക്ഷയിൽ സജീവമാകണമെങ്കിൽ പഞ്ചാബ് എഫ്സിക്കെതിരെ വിജയിച്ചേ മതിയാകൂ. 1-2 പ്രധാന താരങ്ങൾ പരിക്ക് മൂലം പുറത്താണെങ്കിലും നിലവിൽ മികച്ച സ്ക്വാഡ് തന്നെയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. മധ്യനിരയിൽ ജിക്സൺ സിംഗ് ആദ്യ 11-ൽ തന്നെ ഇറങ്ങിയേക്കാം. ബിപിൻ മോഹനൻ ട്രെയിനിങ് നടത്തുന്നുണ്ടെങ്കിലും പഞ്ചാബിനെതിരെ ഉണ്ടാകുമോ എന്നത് സംശയം തന്നെയാണ്. അതുപോലെ ലൂണയുടെ പകരക്കാരനായി എത്തിയ ഫെഡർ സിർണിച്ചും ആദ്യ 11-ൽ സ്ഥാനം പിടിച്ചേക്കാം. അതുപോലെ തന്നെ പെപ്രയ്ക്ക് പകരം എത്തിയ ഇമ്മാനുവൽ ജസ്റ്റിനും കൂടുതൽ പ്ലേയിങ് ടൈം ലഭിച്ചേക്കാം. എന്തായാലും എല്ലാ പൊസിഷനിലും കളിക്കാൻ മികച്ച താരങ്ങൾ തന്നെയുണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.